കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം ഇന്ന് പ്രഭാതത്തിലും മഹത്വപ്പെടുമാറാകട്ടെ. എല്ലാ സഹോദരങ്ങൾക്കും വേഗം വരുന്ന യേശു ക്രിസ്തുവിൻ്റെ അനുഗ്രഹീത നാമത്തിൽ ക്രിസ്തീയ വന്ദനത്തെ അറിയിക്കുന്നു. ഒരു ദിവസം കൂടെ ദൈവം നമുക്ക് ദാനമായി നൽകിയല്ലോ. ദൈവത്തിൻ്റെ ദയയും വിശ്വസ്തതയും ഓർത്ത് നമുക്ക് നന്ദിയോടെ ദൈവത്തിന് വാഴ്ത്തുകൾ അർപ്പിക്കാം. എൻ മനമേ, നീ വീണ്ടും സ്വസ്ഥമായിരിക്കാം. യഹോവ നിനക്ക് ഉപകാരം ചെയ്തിരിക്കുന്നു. നമ്മുടെ കണ്ണിനെ കണ്ണുനീർന്ന് കാലിനെ വീഴ്ചയെന്ന് പ്രാണനെ മരണത്തിൽ നിന്ന് വിടുവിച്ച ദൈവത്തിന് ഒരു പ്രാവശ്യം കൂടെ നന്ദിയോടെ സ്തോത്രം ചെയ്യാം. അവിടെ നല്ലവനല്ലോ, അവിടുത്തെ ദയ നീക്കമുണ്ടെന്ന് യഹോവഭക്തന്മാരായ ചെറിയവരും വലിയവരും ഒരുപോലെ പറയട്ടെ. നമ്മുടെ താഴ്ചയിൽ ഓർത്ത ദൈവം, വൈരിയുടെ കയ്യിൽ നിന്ന് വിടുവിച്ചവൻ, സകല ജഡത്തിനും ആഹാരം കൊടുക്കുന്നവൻ, കുനിഞ്ഞിരിക്കുന്നവരെ നിവർത്തുന്നവൻ, ഏകാഗികളെ കുടുംബത്തിൽ വസിക്കുമാറാക്കും, ബദ്ധന്മാരെ വിടുവിച്ച് അവിടുന്ന് സൗഭാഗ്യത്തിലാക്കും. ഏതവസ്ഥയിൽ പുറത്തു കൊണ്ടുവരാൻ എൻ്റെ ദൈവത്തിന് കഴിയും. എത്ര പേർ വിശ്വസിച്ചുകൊണ്ട് ഈ ദൂതേറ്റെടുക്കും? എൻ്റെ ദൈവം ഇന്നും അത്ഭുതങ്ങളുടെ ദൈവമാണ്, ഇന്നും അടയാളം ചെയ്യുന്ന ദൈവമാണ്, ഇന്നും വീര്യം പ്രവർത്തിക്കുന്ന ദൈവമാണ്. സമുദ്രത്തിൻ്റെ അറ്റത്ത് എന്ന് പാർത്താലും അവിടെ നടത്തുന്ന ഒരു കരമുണ്ട്. നടുക്കടലിൽ തണ്ടുവലിച്ച് കുഴഞ്ഞ് പ്രാണഭയത്തിലായ തൻ്റെ ജനത്തെ കണ്ട ഒരു കർത്താവാണ് നമ്മുടെ കർത്താവ്. സമുദ്രത്തിൻ്റെ ഒരു അറ്റം പോലും നമുക്ക് കാണാൻ പറ്റില്ല ഒരു സൈഡ് നോക്കിയാൽ. പക്ഷേ നടുക്കടലിൽ ആയ വിഷയത്തെ കണ്ട് അവിടേക്ക് ഇറങ്ങിച്ചെന്ന തിരകളെ ഭേദിച്ച് അതിനെ കാൽ കീഴാക്കി നടന്ന് ചെല്ലുവാൻ എൻ്റെ കർത്താവിനല്ലാതെ ആർക്കാ കഴിയുന്നത്? നിന്നെ വേദനിപ്പിക്കുന്ന ധൈര്യത്തെ ചോർത്തിക്കളയുന്ന സകല ശക്തികളെയും കാൽ കീഴാക്കിക്കൊണ്ടാണ് എൻ്റെ കർത്താവ് നിങ്ങളുടെ അടുക്കലേക്ക് വരുന്നത്. വിശ്വസിക്കുന്നവർ സ്തോത്രം ചെയ്യും. നാളുകളായി ഈ കല്ല് ആർ ഉരുട്ടി മാറ്റുമെന്ന് ചിന്തിക്കുന്ന ചില വ്യക്തിത്വങ്ങളോട് പറയുന്നു, നോക്കിയാറെ അത് പിന്നെ അവിടെ ഇല്ല കേട്ടോ. ചിന്തിക്കുന്ന ചില വിഷയത്തെ ദൈവാത്മാവ് എടുത്തു മാറ്റാൻ പോകുക. ഈ വേദന, ഈ രോഗം, ആർക്കും പരിഹരിക്കാൻ പറ്റാത്ത വിഷയങ്ങൾ ഇതെങ്ങനെ മാറും എന്ന് ചിന്തിക്കുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് ഇറങ്ങി വന്ന സകല ദുർഘടങ്ങളെയും ഇരുമ്പോടാമ്പലുകളെ ഖണ്ഡിക്കുകയും താമ്രക്കഥകളെ തകർക്കുകയും നീക്കേണ്ട സകല വിഷയങ്ങളെയും നമ്മുടെ മുമ്പിൽ നിന്ന് നീക്കി സ്മൂത്തായൊരു പാതയൊരുക്കുവാൻ ഇന്നും എൻ്റെ കർത്താവിന് കഴിയുമെന്ന് വിശ്വസിക്കുന്നവർ സ്തോത്രം ചെയ്ത് ദൈവത്തെ ആരാധിക്കട്ടെ. അവിടുന്ന് നല്ലവനല്ലോ, അവിടുത്തെ ദയ എന്നേക്കുമുള്ളതെന്ന് പറയാൻ രാജാതി രാജാവും കർത്താതി കർത്താവുമായവൻ, സൃഷ്ടിയുടെ മണിമകുടം ഇന്നും നമ്മുടെ മധ്യ ഉലാവുന്നുണ്ട്. അവിടുത്തെ പ്രത്യേകത നമ്മളീ പറയുമ്പോൾ ചിലപ്പോൾ ആ സംഭവം അവിടെ കാണില്ല. പക്ഷെ ഇല്ലാത്തതിനെ നമുക്ക് വേണ്ടി ഉളവാക്കാൻ കഴിവുള്ള ഒരു ദൈവത്തെയാണ് നാം ആരാധിക്കുന്നത്. സംഭവം അവിടെ കാണില്ല. കാണാത്തതിനെ, ഇല്ലാത്തതിനെ ഉള്ളതുപോലെ ഉളവാക്കുന്ന ജീവനുള്ള ഒരു ദൈവം, ജീവിപ്പിക്കുന്ന ദൈവം. ആരെ? മരിച്ചതിനെ. മരിച്ച ഏതൊക്കെ സബ്ജക്റ്റ് ഉണ്ടോ അതിനെ ജീവിപ്പിക്കാൻ എൻ്റെ കർത്താവിന് ഇന്നും കഴിയുമെന്ന് വിശ്വസിക്കുന്ന ആമേൻ പറയാമോ? ധൈര്യത്തോടെ ഇന്നും നമുക്ക് പറയാം, എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. സ്തോത്രം. ഏത് കാലഘട്ടത്തിലും വിശ്വാസത്താൽ ജീവിക്കാൻ ഒരു സമൂഹം തയ്യാറായാൽ, വിശ്വാസത്താൽ സിംഹങ്ങളുടെ വായടച്ച
ശക്തിയുടെ ബലത്തെ കെടുത്തിയ, വാഗ്ദത്തങ്ങൾ പ്രാപിച്ച, വാളിൻ്റെ വായ്ക്ക് തെറ്റിയ, രാജ്യങ്ങളെ പിടിച്ചടക്കിയ ആ വിശ്വാസത്തിൻ്റെ പവർ ഇന്ന് പകലും അസാധ്യങ്ങളെ സാധ്യമാക്കും എന്നുള്ളതിന് സംശയമില്ല. വിശ്വസിച്ചുകൊണ്ട് സ്തോത്രം ചെയ്യൂ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഇരമ്യാ പ്രവചനം 1:8 നീ അവരെ ഭയപ്പെടരുത്, നിന്നെ വിടുവിക്കേണ്ടതിന് ഞാൻ നിന്നോട് കൂടെയുണ്ടെന്ന് യഹോവയുടെ അരുളപ്പാട്. ഭയപ്പെട്ടു പോയ ഒരു വ്യക്തിയോട് പറയുകയാണ്, നീ അവരെയോ അവയെയോ ഒന്നിനെയും ഭയപ്പെടരുത്. ബാക്ക്ഗ്രൗണ്ട് നമുക്കറിയാം. ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പേ ഞാൻ നിന്നെ അറിഞ്ഞു. പ്രിയരെ, നമ്മുടെ ദൈവത്തിൻ്റെ അറിവത്ര ശ്രേഷ്ഠമാണ്. നാം ഇത്രയും വർഷം ജീവിച്ചു. കഴിഞ്ഞ വർഷങ്ങളിലെ അറിവല്ലേ, ഇന്നലകളിലെ അറിവല്ലേ നമുക്കുള്ളൂ. നാളെ എന്താകുമെന്ന് നമുക്കറിയില്ലല്ലോ. പക്ഷേ നമ്മൾ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പ് നമ്മളെ അറിഞ്ഞ് വിശുദ്ധീകരിച്ച് അപ്പോയിൻ്റ് ചെയ്തൊരു ദൈവം, നിയമിച്ചൊരു ദൈവം, ഈ ദൈവം നമ്മുടെ ദൈവമല്ലേ? എത്ര ശ്രേഷ്ഠകരമായിട്ടാണ് ദൈവം നമ്മളെ നടത്തുന്നത്. നമ്മൾ നാളുകളിൽ എന്തായിത്തീരും, എങ്ങനെയായിത്തീരും, ഏതൊക്കെ രീതിയിൽ ഇതിനെ ഫേസ് ചെയ്യും എന്നൊക്കെ ചിന്തിച്ച് ഭയപ്പെടുമ്പോൾ ഇപ്പുറത്ത് അവിടെ എഴുതിയിരിക്കുന്നു, ഞാൻ നിന്നെ അറിഞ്ഞു. ആരും അറിഞ്ഞില്ലെങ്കിലും ആരും അറിയുന്നതിന് മുമ്പ് നമ്മെ ഒരുവൻ അറിയേണ്ടതുപോലെ അറിഞ്ഞിട്ടുണ്ട്. ചില പറയില്ലേ, എന്നെ അറിയാൻ ആരുമില്ല. പക്ഷേ അറിയേണ്ടവൻ അറിഞ്ഞെങ്കിൽ സഹോദരങ്ങളെ, ആ ദൈവത്തിന് സ്തോത്രം ചെയ്യാൻ തയ്യാറാകട്ടെ. പിന്നെ പുറത്തു വരുന്നതിന് മുമ്പേ ഞാൻ നിന്നെ വിശുദ്ധീകരിച്ചു, പ്രവാചകനായി നിയമിച്ചിരിക്കുന്നു. അപ്പോഴാണ് ഇരമ്യാവ് പറഞ്ഞത്, ഞാൻ കർത്താവ് ബാലനാണ്, എന്നെക്കൊണ്ട് പറ്റില്ല, എനിക്ക് കഴിയത്തില്ല. എങ്ങനെ ഇത് കഴിയുമെന്ന് ചോദിച്ചാൽ, എന്നെക്കൊണ്ടിത് നടക്കുമോ, എനിക്കൊറ്റയ്ക്കിത് ഫേസ് ചെയ്യാൻ കഴിയുമോ, ഞാൻ ഇതിനെ എങ്ങനെ നേരിടും എന്ന് ചിന്തിക്കുന്നവരോടാണ് ഇന്ന് പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ അരുളപ്പാട്. അതിന് യഹോവയുടെ അരുളപ്പാട്, നീ ബാലനെന്ന് പറയരുത്, ഞാൻ നിന്നെ അയക്കുന്നവരുടെ അടുക്കൽ പോവണം, ഞാൻ കൽപ്പിക്കുന്നത് നീ പറയണം. നിൻ്റെ ബാക്ക്ഗ്രൗണ്ട് അല്ല ദൈവത്തിന് വേണ്ടത്, നിൻ്റെ പരാജയമല്ല, നിൻ്റെ കുറവല്ല സഹോദരങ്ങളെ, നിൻ്റെ ന്യൂനതകൾ നീ എടുത്ത് കാട്ടിയിട്ട് എന്നെക്കൊണ്ട് പറ്റില്ലെന്ന് പറയുമ്പോൾ ദൈവത്തിന് വേണ്ടത് നിന്നെയാണ്. മോശെ അങ്ങനല്ലേ പറഞ്ഞ്, ഞാൻ വിക്കനാണ്, തടിച്ച നാവുള്ള മനുഷ്യനാണ്. ദൈവം ചോദിച്ചു, വിക്കനെയും തടിച്ച നാവുള്ളവനെയും നിർമ്മിച്ചവൻ ഞാനല്ലേ, നീ പോകണം. അപ്പോഴും മോശ പലതവണ ഒഴിഞ്ഞു മാറി. നമുക്കറിയാം, പിന്നീട് ദൈവം മോശയെ കൊണ്ട് ചെയ്യിപ്പിച്ച കാര്യങ്ങൾ അതിശ്രേഷ്ഠമല്ലായിരുന്നു. ആർക്കും പിടിച്ചു നിർത്താൻ കഴിഞ്ഞോ മോശയെ? രമ്പിമറിയുന്ന ചെങ്കടൽ തൻ്റെ കൈ നീട്ടിയപ്പോൾ മഹത്വമുള്ള യഹോവയുടെ ഭുജം മോശയുടെ ബലഹീനമായ ഭുജത്തിന്മേൽ വന്നപ്പോൾ അത് വിഭജിക്കപ്പെട്ടില്ലേ സഹോദരങ്ങളെ? ചെങ്കടൽ അസാധാരണമായ എത്രയോ പ്രവർത്തികൾ മോശയിലൂടെ ദൈവം നടത്തിച്ചു. കഴിവില്ല, ഞാൻ വിക്കനാണ്, എന്നെക്കൊണ്ട് പറ്റില്ലെന്ന് പറഞ്ഞ് നിങ്ങൾ ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുമ്പോൾ നിങ്ങൾ വിളിച്ചു പറയാൻ പോകുക, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിലും മതിയാകുന്നു എന്ന് പറയത്തക്ക രീതിയിൽ ദൈവം നിങ്ങളുടെ സന്താനങ്ങളെ, നിങ്ങളെ ശക്തിയോടെ പുറത്ത് പറയില്ലേ, എന്നെക്കൊണ്ട് പറ്റില്ല, എന്നേക്കാൾ പ്രഗത്ഭരുണ്ട്, എന്നേക്കാൾ കഴിവുള്ളവരുണ്ട്, മുമ്പേ ഓടിപ്പോയവർ ചെയ്തവരുണ്ട്, പക്ഷെ എന്നെക്കൊണ്ട് ഇത് പറ്റുമെന്ന് തോന്നുന്നില്ല, ഞാൻ ഇങ്ങനെ ഇരിക്കത്തുള്ളൂ. നോ, വിളിച്ചു പറ, എൻ്റെ കൂടെയുള്ളവൻ സർവശക്തനാണ്, വായ് നിർമ്മിച്ചവനാണ്, കണ്ണിനെ നിർമ്മിച്ചവനാണ്, ബുദ്ധിയെ തുറക്കുന്നവനാണ്, ബലഹീനതകളെ മാറ്റുന്നവനാണ്, സൗഖ്യമാക്കുന്നവനാണ്, ശക്തീകരിക്കുന്നവനാണ്, കുറുകിപ്പോകാത്ത കരമുള്ളവനാണ്. ആ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു എന്ന് പറയാൻ
നിങ്ങൾ തയ്യാറാകുമോ? എന്നിട്ട് പറയുന്നു, നീ അവരെ ഭയപ്പെടരുത്, നിന്നെ വിടുവിക്കേണ്ടതിന് നീ പോകണം, കർത്താവ് പറയുന്നത് ചെയ്യണം, അസാധ്യങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലണം. ഒത്തിരി തടസ്സങ്ങൾ വരും, വെല്ലുവിളികൾ വരും, പക്ഷേ അതിനെ ഒന്നും ഭയപ്പെടേണ്ട. വിടുവിക്കുന്ന ഒരു ദൈവം കൂടെയുണ്ട്, സഹായിക്കുന്നവൻ കൂടെയുണ്ട്. മുമ്പേ ഇറങ്ങിച്ചെല്ലുന്നവൻ നിങ്ങൾക്ക് മുമ്പായി പുറപ്പെട്ടിട്ടുണ്ട്. നീ ചെയ്യാൻ കഴിയത്തില്ലെന്ന് ചിന്തിക്കുന്ന ഇടത്ത് നിൻ്റെ നാവിനോട് കൂടെ ഇരുന്ന് നിൻ്റെ ആദരത്തെ ശക്തീകരിച്ച് നീ പറയുമ്പോൾ അത്ഭുതങ്ങൾ സംഭവിപ്പിക്കാൻ, ഓപ്പണാകേണ്ട ഡോറുകൾ ഓപ്പണാകാൻ, പ്രവേശിപ്പിക്കത്തില്ലെന്ന് പറയുന്ന ഇടത്ത് സഹോദരങ്ങളെ പ്രവേശിപ്പിക്കാൻ കഴിവുള്ള വിടുവിക്കുന്ന ഒരു ദൈവം. അവിടുന്ന് വിളിച്ചു പറഞ്ഞു, ഞാൻ പ്രവർത്തിക്കും, ആര് തടുക്കും? എൻ്റെ കൈ നീട്ടിയിരിക്കുന്നു. വിശ്വസിച്ചുകൊണ്ട് സ്തോത്രം ചെയ്യുക. യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളെ വിടുവിക്കാൻ, നിങ്ങളെ രക്ഷിക്കാൻ, സൗഖ്യമാക്കാൻ, സഹായിക്കാൻ, ശക്തീകരിക്കാൻ, ബലം കൽപ്പിക്കാൻ, പുറപ്പെടുവിക്കാൻ, സംസാരിക്കേണ്ടതുപോലെ സംസാരിപ്പിക്കാൻ, നിങ്ങളുടെ നാവിനെ അധികാരപ്പെടുത്താൻ, നിങ്ങളുടെ ബുദ്ധിയെ പ്രവർത്തിപ്പിക്കാൻ, അഫലമായ നിങ്ങളുടെ ഏതൊക്കെ വിഷയമുണ്ടോ അതിനെ സഫലമാക്കാൻ, ബലഹീനതയിൽ തികഞ്ഞു വരുന്ന ദൈവശക്തിയാൽ ഇന്ന് പകൽ ദൈവം നിങ്ങളെ അരമുറുക്കുകയാണ്. വിടുവിക്കാൻ ദൈവം നിങ്ങളോട് കൂടെയുണ്ട്. അതുകൊണ്ട് ഭ്രമിക്കരുത്. ഭയം മാറൂ, സംശയങ്ങൾ മാറൂ, നടക്കത്തില്ലെന്നുള്ള ചിന്ത മാറ്റിവെക്കൂ. ദൈവാത്മാവിൻ്റെ വലിയ പ്രവൃത്തി വെളിപ്പെടുത്തി യേശുവിൻ്റെ നാമത്തിൽ മഹത്വത്തിൻ്റെ പ്രത്യാശയായ ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട കർത്താവേ, ഞങ്ങളുടെ വചനത്തിൻ്റെ ശക്തി വ്യാപരിക്കുന്നതിന് സ്തോത്രം, ജനം വിടുവിക്കപ്പെടുന്നതിന് സ്തോത്രം, ദൈവമഹത്വം ഇറങ്ങുന്നതിന് സ്തോത്രം. ഞങ്ങളുടെ ബലഹീനതയെ അല്ല കർത്താവ് നോക്കുന്നത്, ഞങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്ന ബലമുള്ള കാര്യത്തിന് സ്തോത്രം. ഭയങ്ങൾ മാറട്ടെ, ഇരുമനസ്സുകൾ മാറട്ടെ, ചഞ്ചലങ്ങൾ മാറട്ടെ, ധൈര്യക്കുറവ് മാറട്ടെ, ധൈര്യത്തോടെ ചില സ്റ്റെപ്പ് എടുക്കാൻ, മൂവ് ചെയ്യാൻ അവിടുത്തെ ജനത്തെ ദൈവയിടയാക്കുന്നതിന് സ്തോത്രം. സകല മഹത്വം അങ്ങേക്ക് യേശുവിൻ നാമം തന്നെ. ആമേൻ, ആമേൻ. ക്രിസ്തുവിൽ വാത്സല്യ സഹോദരങ്ങളെ, ധൈര്യത്തോടെ മുമ്പോട്ട് പോകൂ. ഭ്രമിക്കരുത്. വിടുവിക്കുന്നവൻ, രക്ഷിക്കുന്നവൻ, സഹായിക്കുന്നവൻ നിങ്ങളോട് കൂടെയുണ്ട്. ഈ വചനങ്ങളാൽ അവിടെ സഹായിക്കട്ടെ. ക്രിസ്തയേശുവിൽ നിങ്ങളുടെ സഹോദരൻ